എന്താടാ കേടായി? എന്താ പറ്റിയത്? ഇത് ഏതാടാ സ്ഥലം? അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഹിന്ദി പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു. വല്ല കർണാടക മറ്റേ. കർണാടകയിൽ കർണാട്ടിക്കല്ലേ. എന്തായാലും നേരം വെളുക്കട്ടെ. ഇവിടെ അടുത്തെങ്ങനെ വല്ല വർഷാപ്പ് കൊണ്ടുവന്ന് നോക്കാം. ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് നൂർത്ത മക്കളെ. മക്കളെ, ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വെറുതെ പേടിയില്ലാത്തവരെ കൂടി പേടിപ്പിക്കരുതട്ടാ. ഓ, പേടിയില്ലാത്തവന്റെ മുണ്ടിപ്പോ നനഞ്ഞു ഒന്ന് വണ്ടിക്ക് പണ്ടാറടങ്കം കണ്ട സ്ഥലം ചക്കനാന് വേണ്ടി വേണ്ട 100 പ്രാവശ്യം പറഞ്ഞാണ് അപ്പനോട്. പിന്നെ 5 സെന്റ് സ്ഥലം ഒരു പെരയും കൂടെ വിറ്റാ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റാ കമ്പനി നിന്റെ കിടക്കേണ്ട അപ്പന്റെ ഇരിക്കണം. പണ്ടാറടങ്ങാനായിട്ട് വിശന്നിട്ട് അണ്ടം കത്തണ്. അപ്പന് വിശക്കൊണ്ടാ? ഞാനോർത്ത് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. അപ്പന് വിശക്കത്തില്ലല്ലേ? അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. പുലി കാണാടാ മോനെ. അവിടെ ഒരു ലൈറ്റ് കണ്ടറാ, വല്ലതും കിട്ടുമെന്ന് നോക്കിയാലോ. നീ എവിടെ ഉറങ്ങണപ്പാ? ഞാനിപ്പോ വരടപ്പോ നോക്കട്ടെ. അവൻ നോക്കിട്ട് വരട്ടാ മകനെ. പുലിയെക്കേട്ടാ ഇങ്ങോട്ട് പോരു കേട്ടാ. അപ്പാ അപ്പോയി തൊമ്മ. എന്താടാ പട്ടി? ഇപ്പൊ മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ? മകരമാസമല്ലേ കാണും. അതല്ലപ്പാ, വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിനൊരു കുളിര്. ഇനി തൊമ്മനും മക്കൾക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയണം. പുൽക്കൂട്ടി പെറ്റുകിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാരും തൊമ്മന് വീടാനുഭവത്തിന്റെ നാളുകള് ഒടുക്ക കുരിശു മരണോ. ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ ഉടനെ കുടഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് വരും. നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളു പിടിച്ചേരാൻ വേറെ ആരുമില്ലേ. പെണ്ണുങ്ങളുടെ വാക്കിട്ട് അപ്പനെ പുറംകാലിനടിക്കല്ലേ. ഒരു പെണ്ണ് വേണമെന്ന് നല്ല പ്രായത്തിൽ തോന്നിട്ടില്ല. പിന്നെയല്ലേ മൂക്കി പല്ല് വന്നപ്പോ. തോന്നിയിട്ടില്ലെങ്കിൽ നല്ല കാര്യം. എന്തായാലും എന്റെ മരണം വരെ എന്റെ ഇടത്തും പടുത്തും നിങ്ങൾ വേണം മക്കളെ. അപ്പന്റെ മുട്ടന്മാരാണ് നിങ്ങൾ. പുലിയാണാടാ. പുലി കുരക്കും. കുറച്ച് ചോറ് കിട്ടിയുള്ളൂ. നമുക്ക് 3 പേർ കൂടിയാണ് കഴിക്കാം. എത്ര പറഞ്ഞാലും കട്ട് കഴിവറി കൊണ്ട് വരും. നീ നന്നാകലെ ആരോടെങ്കിലും പെറ്റു വെച്ചിട്ടുണ്ടാ? എന്താടാ ഇത്? എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചോന്നും അല്ല. നീ എന്താണ് ഓടിയത്? പട്ടി കടിച്ച് പേള കേട്ട് നിങ്ങളൊന്നും ഓടിച്ചിട്ട് കടിക്കാനെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ ഓടിയത്. ചേട്ടാ വിശക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ട വീട്ടിൽ പോയി തെണ്ടിട്ടു പറഞ്ഞു കേട്ടില്ല. ശവം തെണ്ടിയതായാലും മോട്ടിച്ചാലും നീ തന്നെ നിന്നാ മതി. എന്നാ ഒരു സത്യം പറയട്ടെ, ഇത് തെണ്ടിയതും അല്ല മോട്ടിച്ചതും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻട്രി ആയിട്ട് ഇത്തിരി ചോറ് തരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. പാതിരാക്കൊന്ന് ചോറ് വെക്കാൻ എന്റെ അച്ഛൻ വീടാണോ ചോദിച്ചിട്ട് ഒരുത്തമോട്ടൊരു ഒറ്റടി. പിന്നെ എനിക്കവിടെ ഭ്രാന്ത് കയറി. ഞാൻ ഇതങ്ങോട്ട് കാണിച്ചിട്ട് എടുക്കടാ ചോറെന്ന് പറഞ്ഞു. അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറ് എടുത്തോണ്ട് വന്ന്. അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത്. പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അല്ല, ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. നീ ഇത് കഴിക്കണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. പട്ടി നീ വേണം. പട്ടി നിർത്തണ പട്ടികളെ. എല്ലേലും ഇത് 3 പേർക്ക് തികത്തില്ല. ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച്. എന്നാ ഇത്തിരി ചതാവിരി അച്ചാറും കൂടെ മേടിച്ചോട് പോരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ അപ്പന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു പുതിയ കലാപരിപാടി. ഒറ്റക്ക് എന്റെ കൊതി കിട്ടിയതാണ്. അവനവന്റെ വയറിഞ്ഞ് തിന്നണ്ടേ, ഹൗസ്ഫുള്ളായിട്ട് പുറത്തേക്ക് വരാൻ. ഡോക്ടർ, എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത്. ഈ ഉടുമ്പൽപ്പെട്ടിൽ 2 കേസുകളെ വരാറുള്ളൂ. ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ, പിന്നെ ഇവിടുത്തെ തേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ട് കേസുകൾ. ദേ കൊണ്ടുപോകുന്ന ഒരെണ്ണം. എന്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ബന്ധുക്കളെല്ലാം വിവരം അറിയിച്ചുള്ളൂ. ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരകൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു.
അങ്ങനെ അപ്പനൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താണ്? ഒരു അരക്കുപ്പി ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ലൂക്കോസ് ഉപ്പിക്കകത്തേക്ക് ഒഴിച്ചതാ. ചപ്പനൊന്നും മുണ്ടാണ്ട് കിടക്കണ്ട. ബ്രാൻഡ് കുടിക്കാൻ പറ്റിയ നേരം. ഓടാ പന്നി. അതെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റോസമ്മ എന്നെ കണ്ടിട്ടേ പോകാവൂ. എങ്ങനെയുണ്ട് കമ്മൻ? വേറെ കുഴപ്പമൊന്നുമില്ല ഡാക്ടറെ. പിന്നെന്താ? പക്ഷെ മൂത്രം പോണില്ല. ഈ ലൂക്കോസ് കയറ്റം നിർത്തിയിട്ടേ ഇത്തിരി മൂത്രം കയറ്റിയാൽ മതിയായിരുന്നു. അതെ, ഈ മൂത്രം അകത്തേക്ക് കയറ്റാനുള്ളതല്ല തൊമ്മൻ, അത് പുറത്തേക്ക് ഒഴിക്കാനുള്ളതാ. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ വേണേ പോകാം കേട്ടോ. എന്നാ ഇന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തേക്ക് ഡോക്ടറെ. പേഷ്യന്റ് നിങ്ങളുടെ ആരാ? അപ്പനാണ്. ആഹാ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? അപ്പന് ഫാമിലി ഒന്നുമില്ല, ഞങ്ങള് മക്കള് മാത്രമേ ഉള്ളൂ. ഓഹോ. അല്ല ഡോക്ടറെ, അപ്പൻ എന്താണ് സൂക്കേട്? സൂയിസൈഡ് അറ്റംപ്റ്റ്. അയ്യോ, അതത്രയും വലിയ സൂക്കേടാണോ? അല്ല, നല്ല അടി കിട്ടാത്തതിന്റെ സൂക്കേടാ. ആത്മഹത്യാശ്രമം. ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിവസവും 3 നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ. ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് 4 നേരവും. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എൻ്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ. ഡോക്ടേഴ്സ് റൂമിലേക്ക് നടക്കണോ? അപ്പനെ കോലത്തിൽ കിടത്തിയപ്പോ നിനക്ക് സമാധാനമായില്ല? എടാ, പാതിരാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു അവര് ചതിക്കുമെന്ന്. ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം. ബാക്കി നിനക്ക് വന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കും. എടാ, അത് പോട്ടെ, നീ ചോദിക്കാൻ നിൽക്കണ്ട. മകനെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ അപ്പ? ഇവിടെ ഇരുന്നേ. സത്യം പറ, പൂർവ്വവൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നതല്ലേ? അപ്പ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ ചതിക്കുമല്ലോ. എന്റെ വീടോ? ഇത് എന്റെ വീടല്ല. നിന്റെ വീടല്ലേ? ഞാൻ ബ്ലോക്ക് ഓഫീസിൽ പുതിയ വിത്ത് വന്ന വിവരം പറയാമെന്നാണ്. അന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. അതെങ്ങനെ? അടിക്കൊരു ഗ്യാപ്പ് തന്നെങ്കിലല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഈ വീട്ടുകാരെവിടെയാണ്? എന്താ ഇയാളെന്തിനാ ഈ പാവത്തിനെ ഉപദ്രവിച്ചത്? ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. കണ്ടാ നല്ല കുടുംബക്കാർ, അന്തസ്സുള്ളവര്. ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കേ കൊടുക്കുള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. വീട് മാറിപ്പോൻ ഇതെന്താ ലക്ഷം വീട് കോളനിയാ? ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടിരിക്കുന്നത്? വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അവന്റെ വിടുവായിക്ക് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിഷം കൊടുത്താണോ പകരം വീട്ടുന്നത്? ഞങ്ങൾ 3 പേരും ചത്തുകൊണ്ടാണ്. പാപ എന്റെ അപ്പൻ. എന്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചവിട്ടി കൂട്ടിനെ ഞാൻ അത്രയും കൂടെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. എന്റെ മകള് പറഞ്ഞത് ശരിയാ. ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചിവിടെ വന്നിട്ടില്ല. പക്ഷെ രാത്രിയില് അടുക്കള വാതിൽ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പ അടുക്കളയിൽ നിങ്ങൾ വിഷം കലക്കിയാണാ ഭക്ഷണം വെക്കണത്? ഭക്ഷണത്തില് വിഷം ചേർത്ത ശരിയാ. അത് മറ്റാർക്കും വേണ്ടിയല്ല, എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിയാ. എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് പോകാൻ വേണ്ടി ചെയ്തതാ. എന്റെ പണിക്കരിയേട്ടാ, എന്ത് അക്രമമാണ് നിങ്ങൾ ഈ കാണിച്ചത്? ഈ കുട്ടികളുടെ കാര്യമെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തേവരുടെ ആളുകളെ ഇന്നോ നാളെയും വന്ന് എന്നെയും മക്കളെയും ഇറക്കി വിടും. അതിനു മുമ്പ് ഇവിടെ കിടന്ന് തന്നെ ചാകണം തോന്നി. പെമ്മക്കളുമായി തെരുവ് കിടക്കുന്നതിനേക്കാൾ ഭേദം ഇതല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണാ ചിന്തിക്കണത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൊടുങ്കാറ്റും സുനാമിയും വന്ന് എത്രത്തിന്റെ വീടും കുടിയൊക്കെ നശിച്ചിരിക്കണ്? അവരൊക്കെ തന്നെത്താൻ ചെയ്യാൻ പോവാ? ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നാ ഒടേതമ്പുരാന്റെ കൽപ്പന. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അതെ, അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും ഇനി കാണിക്കരുത്. എപ്പോഴും ഇതുപോലെ വന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. എടാ, ഒന്നിങ്ങോട്ട് വന്നേ. ജസ്റ്റ് വേണ്ട പറേ. എടാ, പെങ്കുച്ചു കൊള്ളാല്ലേ?
നീ അപ്പന്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലടാ പന്നി, നീ മോട്ടിക്കലെന്ന്. പിന്നെ നീ ഇപ്പൊ എന്താ കാണിച്ചത്? എന്ത് 4 പേരുടെ ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയാ? അതല്ല. എന്തല്ല തെറ്റായി പോയെങ്കിൽ പറയടാ. നീ കുറച്ച് ചോറ് വിഷം കലക്കി താ, ഞാൻ അവരെ കൊണ്ട് തല്ലി തീറ്റിക്കാം. എന്താ വേണ്ടേ? വേണ്ടേന്ന്. പോടാ. എന്ത്? ചുമ്മാ ഇരിക്കട്ടെ, കളിക്കല്ലേ? ഇയാൾക്ക് ഇത് തന്നെ പണിയാ. ഈശ്വരൻ തന്ന് ജീവൻ എടുക്കുമ്പോ ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണമെന്ന് തോന്നി അവസാനമായി പൂജാമുറി കയറി ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാനാണ് ഈശ്വരന്റെ തീരുമാനം. അതുകൊണ്ട് ആ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഇപ്പൊ എല്ലാം മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞിട്ട് എന്ത് മലയിടിഞ്ഞ് വീണാലും എല്ലാം നേരിടാൻ അങ്ങോട്ട് തീരുമാനിക്കേ. അത്രേ ഉള്ളു കാര്യം. ശരിയാ, എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരമൊക്കെ അങ്ങ് കുറഞ്ഞു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. മോള് പറഞ്ഞത് ശരിയാ. ഈശോ, ആശുപത്രി വെച്ച് വയറ് കഴുകിയത് കൊണ്ട് എനിമി വയറിനകത്തൊരു എരിച്ചില്. മോള് ചെന്ന് ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. അതെ അതെ, ഇത്തിരി അരിഭക്ഷണം ചെന്നാലേ വയറൊന്ന് നേരെയാകത്തുള്ളൂ. അല്ല, അവന്മാരെന്തിയേ? അല്ല ഭൈ, ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടാ? ഓ, അതങ്ങ് ടൗണിൽ പോണം. പിന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ അകത്തോട്ട് ചെന്നാ ഒരുത്തനുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ, എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ. വാ ചങ്ങാ, നടക്ക്. എടാ, അപ്പനെ നോക്കിക്കോണേ. ഓ, പിന്നെ അപ്പം കാലുതെറ്റി കുളത്തി വീടുമല്ല. ഡാ, ആ അപ്പന്റെ പതിവ് മറക്കല്ലേ മകനെ. ആ സുഖമില്ലാതിരിക്കല്ലേ, അകത്ത് വിശ്രമിക്കാം. ഓ, എന്താ? വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുമോ? കഞ്ഞി പാകായിട്ടില്ല. എങ്കിൽ ഞാനും കൂടി സഹായിക്കാം. എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. എങ്ങനെ പോകും മോളെ? ഇങ്ങോട്ട് മറിക്ക. ഇനിയും വല്ല വിഷമൊക്കെ ഇട്ട് തന്നാലോ? അതെ, എപ്പോഴും ഇങ്ങനെ വിഷത്തിന്റെ കഥ പറയണമെന്നില്ല. ഹേയ്, എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. എന്താ അനിയത്തി കുട്ടികളുടെ പേര്? എന്റെ പേര് സിന്ധു. ബിന്ദു. എന്താ ചേച്ചിയുടെ പേര്? ഷീല. ഷീല? ഞാൻ സത്യൻ. സത്യനും ഷീലയും. അല്ല, ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീനില്ല, ചാള മതി അമ്മാമ. സ്മാർട്ട് ബോയ്.